നമസ്തേ. ഒരു കുഞ്ഞ് സംസ്കൃത കഥ കേട്ടാലോ? വായോ. ദദാതു ഗൃഹ്ണതു, നൽകുക, സ്വീകരിക്കുക. ഏകഃ ഗ്രാമേ ഏകഃ കൃപണഃ വസതി. ഒരു ഗ്രാമത്തിൽ ഒരു പിശുക്കൻ താമസിക്കുന്നുണ്ട്. സഹ കസ്മൈ അബി കദാബി കിമബി ന ദദാതി. അയാൾ ആർക്കും ഒന്നും കൊടുക്കില്ല. അയാളുടെ കൈ കൊണ്ട് ആർക്കും ഒന്നും കൊടുക്കാറില്ല. ഏകദാ സഹ കൃപണഃ അന്യം ഗ്രാമം ഗച്ഛതി. അങ്ങനെ ഒരു ദിവസം ഒരിക്കൽ നമ്മുടെ ഈ പിശുക്കൻ അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ്. മാർഗേ നദി അസ്തി തത്ര നൗക അസ്തി. പോകുന്ന വഴിക്ക് ഒരു നദിയുണ്ട്, അവിടെ തന്നെ ഒരു തോണിയുണ്ട്. നാവികഃ അബി അസ്തി, അവിടെ തോണിക്കാരനും ഉണ്ട്. കൃപണഃ നൗകായാം ഉപവിശതി. നമ്മുടെ പിശുക്കൻ തോണിയിൽ കയറി ഇരുന്നു. നൗകയാ നാവികേന സഹ കൃപണഃ ഗച്ഛതി. തോണിയിൽ തോണിക്കാരനോടൊപ്പം പിശുക്കൻ യാത്ര തുടർന്നു. യഥാ നൗക കിഞ്ചിത് ദൂരം ഗച്ഛതി തഥാ നിസർഗകോപഃ ഭവതി. തോണിയിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ പ്രകൃതി ശോഭിക്കാൻ തുടങ്ങി. വായുഹു വേഗേന വഹതി. കാറ്റ് വളരെ വേഗത്തിൽ ശക്തമായിട്ട് അടിക്കാൻ തുടങ്ങി. നൗക ആന്തോളയതി. തോണി ഈ കാറ്റിൽ ഇളകാൻ തുടങ്ങി. കൃപണഃ ഭീതഃ ഭവതി. പിശുക്കൻ പേടിക്കാൻ തുടങ്ങി. നദ്യാം പതതി. അങ്ങനെ പേടിച്ച് നദിയിലേക്ക് വീണു. കിന്തു സഹ തരണം തു ന ജാനാതി. അയാൾക്ക് നീന്തൽ അറിയില്ലായിരുന്നു. സഹ ഉച്ചൈഹി വദതി രക്ഷതു രക്ഷതു. അയാൾ ഉറക്കെ പറയാൻ തുടങ്ങി, രക്ഷിക്കൂ രക്ഷിക്കൂ. നാവികഃ വദതി ഭോ ഹസ്തം ശീഘ്രം ദദാതു. തോണിക്കാരൻ പറഞ്ഞു, അങ്ങുന്നേ പെട്ടെന്ന് ആ കൈകൾ ഇങ്ങേക്ക് താ, ഞാൻ രക്ഷപ്പെടുത്താം എന്ന് പറയാണ്. പരന്തു ഏഷഃ മഹാകൃപണഃ കദാപി കിമപി ന ദദാതി. പക്ഷേ അയാളൊരു മഹാപിശുക്കനായതുകൊണ്ട് അയാൾ ഒന്നും അങ്ങോട്ടേക്കൊന്നും കൊടുക്കില്ല. അതുകൊണ്ട് സ്വസ്യ ഹസ്തം ന ദദാതി. അങ്ങോട്ടൊന്നും കൊടുക്കാത്ത മനുഷ്യനായതിനാൽ തൻ്റെ കൈകൾ പോലും അങ്ങോട്ട് കൊടുക്കാൻ അയാൾ നിന്നില്ല. നാവികഃ ചിന്തയതി സഹ ഏകം ഉപായം കരോതി. നാവികഃ ചിന്തയതി. അങ്ങനെ നാവികൻ, തോണിക്കാരൻ ചിന്തിച്ചു. സഹ ഏകം ഉപായം കരോതി. അയാൾക്കൊരു സൂത്രം തോന്നി. നമ്മുടെ തോണിക്കാരന് ഒരു സൂത്രം തോന്നി. സഹ വദതി ഭോ മമ ഹസ്തം സ്വീകരോതു. അയാൾ പിശുക്കനോട് പറയുകയാണ്, അങ്ങുന്നേ എൻ്റെ കൈ സ്വീകരിച്ചാലും. കൃപണഃ ജഡിതി ഹസ്തദ്വയേന നാവികസ്യ ഹസ്തം ഗൃഹ്ണതി. പിശുക്കൻ പെട്ടെന്ന് തന്നെ തൻ്റെ രണ്ട് കൈകളും തോണിക്കാരൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് നൗകായാഹ അന്തഃ ആഗച്ഛതി. തോണിക്കാരൻ്റെ കയ്യിലേക്ക് തൻ്റെ രണ്ട് കൈയും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തോണിയിലേക്ക് തിരിച്ചു കയറി.